പിന്നെന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഇവിടെ ആരെ കൊണ്ടുണ്ടോ ഇറങ്ങിയത്? ആ അല്ല, ഞാൻ ചോദിച്ചതാ. ഇവരുടെ അല്ലാണ്ട് അവരുടെ കാര്യം. ഇവർക്കൊരു സഹോദരി ഉണ്ട് ഇവിടെ, അവരെ നിർത്താൻ പറ്റത്തില്ല. ആ നിങ്ങളും എവിടെ പോകാനാ വിളിക്കുന്നത് എൻ്റെ അമ്മേ? എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? എന്തുവാ? എവിടെ കൊണ്ടുപോകാനാ വിളിക്കുന്നത് അവരെ? എന്തുവാ നിങ്ങൾക്ക് വല്ല പോലീസ് കേസും കൊടുക്കണം? എന്തുവാ ഉദ്ദേശം? എൻ്റെ ഇവിടെ അവകാശമില്ലാത്ത ഒരുത്തി അവരെയാ പറഞ്ഞു വിടുന്നത്, എൻ്റെ അമ്മയല്ല. മനസ്സിലായില്ലയോ? അവിടെ വല്ല ഉണ്ടെങ്കിൽ ആണ്ട് അവരെ കൊണ്ടുവിടും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല. അഗതി മന്ദിരം അങ്ങനെ പോകുന്നതിന് ഈ സ്ഥലത്തെ മെമ്പറുടെ അനുവാദം വേണം. എന്തിനാ? എന്റെ അമ്മയല്ല, അവരാ പോകുന്നത്. അവരിവിടെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ അധികാരമില്ല. അധികാരം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അവരാ ഇവിടെ. എന്റെ അമ്മയല്ല. വേണ്ട വേണ്ടി വന്നാ അതിനും വരും ഞാൻ. എന്തോ വരാനാ? അഥവാ ഇറക്കി വിട്ടാലും വരും. ആരിറക്കി വിട്ട്? ഇവിടെ ആരും ഇറക്കി വിട്ടില്ല, അവരെ ഇറക്കി വിടുന്നത്. കൂടുതലൊന്നും വേണ്ട. പണ്ടിങ്ങനെ കുറെ ഇവിടെ കയറിയതാ എല്ലാം അടിച്ചു പൊളിക്കാന്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഗുണ്ടായിസൊന്നും ഇവിടെ വേണ്ട. നിന്റെയൊക്കെ പല്ല് തല്ലി പൊഴിച്ചപ്പോ ഞങ്ങളെ ഉള്ളായിരുന്നു. ആരുടെ പല്ല് തല്ലി പൊഴിച്ച്? ആരുടെ ആയിരുന്നു പല്ല് തല്ലി പൊഴിച്ചപ്പോ വന്നേ? എന്റെ കണ്ണ തല്ലി പറിച്ചത്. പോകാതെ ഞാൻ ചോദിക്കുന്ന സമാധാനം എന്ന് പറഞ്ഞു. മെമ്പറാന്ന് പറഞ്ഞോണ്ട് എന്തുവാ ഇത്? അവരെയാ വിടുന്നത്. അവരിവിടെ ഇവിടുത്തെ ആരുമല്ല. നിന്നോട് ചോദിച്ചോ ആരെയാ വിടുന്ന? ചോദിച്ചില്ലല്ലോ. ഞാൻ എന്റെ കാര്യം ചോദിച്ചത്. ഞാൻ പാനല്ല, എന്റെ സഹോദരിക്ക് പാന ഞാൻ ചോദിച്ചത്. വേറെ ആർക്കോട്ടെ. നീ എന്തോ കയറി വഴക്കിന് വരുന്നത്? വഴക്കിന് വന്നോ? അവരൊരു മാതിരി സംസാരിക്കുന്നത്. എന്തോ സംസാരിക്കുന്നത് അങ്ങനെ? വാ, എന്റെ കൂടെ വരുന്നോന്ന്. എവിടെ പോവാനാ എന്റെ കൂടെ വരുന്നത്? പണ്ടത്തെ പോലെ കള്ളക്കേസ് ഉണ്ടാക്കാനാണോ ഇവര് വിളിക്കുന്നത്? ഇവരെ ഇവിടെ നിർത്താനൊക്കത്തില്ല. രാജമ്മേ അതേ ഉള്ളൂ. അഗതി മന്ദിരത്തിൽ പോണെങ്കിൽ അവരുടെ ഇതൊന്നും വേണ്ട. അഗതി ഊന്നുകല്ലിൽ ഇവരാരാ? അഗതി മന്ദിരത്തിൽ പോകാൻ അവരാരാ? അഗതി മന്ദിരത്തിൽ പോകാൻ ഇവര് ഇവിടുത്തെ ആരാ? രാജമ്മ. അവരുടെ ഊന്നുകല്ലിന്ന് വിളിക്കാൻ പറ മെമ്പറിനെ. ഊന്നുകല്ലിന്ന് വിളിച്ചോണ്ട് പോവാൻ പറ അഗതി മന്ദിരത്തില്. ഇവരിവിടുത്തെ അല്ലല്ലോ. നിങ്ങൾ ഇവിടുത്തെയാണോ? നിങ്ങളുടെ സ്വത്തും അല്ല ഇവിടെ ഉണ്ടോ? സഹദേവ പണിക്കർ നിങ്ങൾക്ക് വല്ലതും തന്നോ? അല്ല, അപ്പം എനിക്ക് ജീവിക്കണ്ടായോ? പെണ്ണുങ്ങൾക്കൊന്നും ജീവിക്കണ്ടായോ? കുറെ എന്തോ ഗൂണ്ടകളുണ്ടെന്നും പറഞ്ഞോണ്ട് എല്ലാരും കൂടെ കൂടുവാ നമുക്കെതിരെ പണ്ടത്തെ പോലെ. ഇതൊന്ന് കാണണമല്ലോ എന്നെങ്കിൽ. ഇനിയൊന്ന് കാണണം എന്തെങ്കിൽ ഗുണ്ടകൾ കൂടുന്നത്. എല്ലാവിടെ